ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇന്നിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് നല്ല കൂണ് കിട്ടിയത്, നല്ല നാടൻ കൂനാണ് കേട്ടോ. അപ്പോൾ ഇത് കറി വെക്കൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ കൂണൊക്കെ ഒരു പാത്രത്തിലാക്കി അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊരു ചട്ടി അടുപ്പിലൊക്കെ വെച്ച് കൊടുത്ത് എണ്ണ ചൂടാക്കി എടുത്തിപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് വരണം, അപ്പോഴുള്ളൂ കറിക്ക് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പൈക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് പെരുംജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളകും പൊടി ഒരു 2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊടികളൊക്കെ മിക്സാക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴുകിയെടുത്ത കൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പാത്രം ഒന്ന് ചെറുതായിട്ടുണ്ട്, അത് ഒന്ന് വാടി വരുമ്പോൾ ശരിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുമ്പോൾ കുറച്ച് വാടി വന്നപ്പം ചട്ടി പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിന്ന് കുറഞ്ഞൊരു കറി ആക്കിയിട്ടാണ് വെക്കുന്നത്, നല്ല പറ്റ വരട്ടാക്കിയിട്ടല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കിയിട്ട് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ അടിപൊളി കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കൂടി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.